Good morning. So next നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് സർവീസസ് ഇതിനെ നമ്മൾ ER എമർജൻസി റൂം എന്നുള്ള നിലക്ക് ER ക്യാപിറ്റൽ ലെറ്റർ രണ്ടും ക്യാപിറ്റലാണ് ER എന്നിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ED എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾക്ക് ED അല്ലെങ്കിൽ ER എന്നൊക്കെ കാണാൻ പറ്റും. രണ്ടും ഉദ്ദേശിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ ഓർ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്കൊരു പോയിന്റ് എഴുതിയിട്ടുണ്ട്, ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നോ ഡിസ്റ്റിങ്ഷൻ ഇസ് മെയ്ഡ് ബിറ്റ്വീൻ ന്യൂ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ന്യൂ പേഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണോ എന്നൊന്നും നോക്കില്ല. കാരണം എപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് എമർജൻസി ആയിട്ട് മെഡിക്കൽ അറ്റൻഷൻ കിട്ടേണ്ട ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ന്യൂ പേഷ്യൻ്റ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്നുള്ളതിന് അവിടെ ഒരു പോയിന്റ് വരുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂ പേഷ്യൻ്റ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്നൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്താ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. An emergency department is defined as an organized hospital based facility. എപ്പോഴും നമുക്കൊരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുക. ഫോർ ദ പ്രൊവിഷൻ ഓഫ് അൺഷെഡ്യൂൾഡ് എപ്പിസോഡിക് സർവീസസ് ടു പേഷ്യൻറ്റ്. അൺഷെഡ്യൂൾഡ് ആണ്. നമ്മൾ സാധാരണ ഒരു OPയിൽ പോയി കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഷെഡ്യൂൾ ചെയ്യും. നമ്മൾ OP ടിക്കറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ടൈം നമ്മൾ എടുക്കുന്നു, അല്ലേ? ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവുക. പക്ഷേ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നതോ അൺഷെഡ്യൂൾഡ് ആണ്, അല്ലേ? ഒരു ആക്സിഡൻറ്റ് കേസാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഛർദി വയറിളക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളത് ഷെഡ്യൂൾ ചെയ്തിട്ടല്ല പോകുന്നത്. ഓക്കെ. ഹൂ പ്രസൻറ്റ് ഫോർ ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും എന്തുണ്ടാവുക, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുക. ദ ഫെസിലിറ്റി മസ്റ്റ് ബി അവൈലബിൾ 24 hours a day. 24 hours എന്തായിരിക്കണം, നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആയിരിക്കണം. ഓക്കെ. സോ അതാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത്. പിന്നെ അവിടെ ഒരു കോഡിംഗ് ടിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോഡിംഗ് ടിപ്പിൽ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടൈം ഈസ് നോട്ട് എ ഡിസ്ക്രിപ്റ്റീവ് കമ്പണൻറ്റ് ഫോർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ ഓഫ് ENM സർവീസസ്. ടൈം എന്തല്ല, നമ്മളെല്ലാ കോഡ്സിൻ്റെയും താഴെ നമ്മൾ ടൈം കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലേ? രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ഇത്ര ടൈം 15 minutes 40 minutes എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, അതിൻ്റെ താഴെ എന്തില്ല, നമുക്ക് ടൈം കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ടൈം എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് കമ്പണൻ്റ് അല്ല. ബിക്കോസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് സർവീസസ് ആർ ടിപ്പിക്കലി പ്രൊവൈഡഡ് ഓൺ എ വേരിയബിൾ ഇൻറ്റൻസിറ്റി ബേസിസ്. ഓക്കെ. കാരണം എന്താണ്, നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്നത്, സർവീസസ് കൊടുക്കുന്നത് അവരെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും. എത്രത്തോളം ഇൻറ്റൻസ് ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, കെയർ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ടൈം ബേസ്ഡ് അല്ല, ഓഫൺ ഇൻവോൾവിങ് മൾട്ടിപ്പിൾ എൻകൗണ്ടേഴ്സ് വിത്ത് സെവറൽ പേഷ്യൻസ് ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു ടൈമിൽ തന്നെ കുറേ പേഷ്യൻസ് വരുന്നുണ്ടാവും. ഒരു ആക്സിഡൻറ്റ് കേസാണ്, ഒരു 5-6 ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ ഡോക്ടർക്ക് ഓരോ പേഷ്യൻറ്റിനും എത്ര ടൈം ചിലവാക്കി എന്നുള്ളതൊന്നും നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം എന്താണ്, സീരിയസ് ആയ ആളടുത്തേക്ക് ആദ്യം പോവും, അത് കഴിഞ്ഞിട്ട് അടുത്ത ആളടുത്തേക്ക് പോവും, വീണ്ടും ചിലപ്പം ഈ ആദ്യം വന്ന ആളടുത്തേക്ക് തന്നെ വീണ്ടും പോവും. അപ്പോൾ അവരെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, ടൈം ബേസ്ഡ് ആയിട്ടല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ടൈം ഈസ് നോട്ട് എ ഡിസ്ക്രിപ്റ്റീവ് ഫാക്ടർ. പിന്നെ ഇനി കോഡുകൾ നോക്കുക. 99281 എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വിസിറ്റ് ഫോർ ദ ENM സർവീസ് ഓഫ് പേഷ്യൻറ്റ് ദാറ്റ് മേ നോട്ട് റിക്വയർ ദ പ്രസൻസ് ഓഫ് എ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അപ്പോൾ നമ്മൾ 99211 പറയുന്ന പോലെ തന്നെയാണ് 281 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താവശ്യമില്ല, ഒരു ഫിസിഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടുത്തെ ഒരു നഴ്സിംഗ് അസിസ്റ്റൻറ്റോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ 281 കൊടുക്കാം. 282 മുതൽ നമുക്ക് MDMനെ ബേസ് ചെയ്തിട്ടാണ്. 282ൽ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് MDM, 283ൽ ലോ ലെവൽ ഓഫ് MDM, 284ൽ മോഡറേറ്റ് ആൻഡ് 285ൽ ഹൈ ലെവൽ MDM എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമുക്ക് MDMനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കോഡുകൾ വരുന്നത്, ടൈം ബേസ്ഡ് ആയിരിക്കില്ല. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ക്രിട്ടിക്കൽ കെയർ സർവീസസ്. So critical care is the direct delivery of a physician's or other qualified health care of medical care for a critically ill or critically injured patient. അപ്പോൾ ഒരു
ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരു ഫിസിഷ്യൻ കൊടുക്കുന്ന കെയറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കെയർ എന്ന് പറയും. സോ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്, അക്യൂട്ട്ലി ഇമ്പയർസ് വൺ ഓർ മോർ വൈറ്റൽ ഓർഗൻ സിസ്റ്റം സച്ച് ദാറ്റ് ദർ ഈസ് എ ഹൈ പ്രോബബിലിറ്റി ഓഫ് ഇമ്മിനൻറ്റ് ഓർ ലൈഫ് ത്രെട്ടനിങ് ഡിറ്റോറിയേഷൻ ഇൻ ദ പേഷ്യൻസ് കണ്ടീഷൻ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ വരുന്ന ഒരു വൈറ്റൽ ഓർഗൻ സിസ്റ്റം ഫെയിലിയർ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയാം. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഓഫ് വൈറ്റൽ ഓർഗൻ സിസ്റ്റം ഫെയിലിയർ ഇൻക്ലൂഡ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സർക്കുലേറ്ററി ഫെയിലിയർ വന്നാൽ, ഷോക്ക് വന്നാൽ, റീനൽ ഫെയിലിയർ വന്നാൽ, ഹെപ്പാറ്റിക് ഫെയിലിയർ, മെറ്റബോളിക് ഫെയിലിയർ ഓർ റെസ്പിറേറ്ററി ഫെയിലിയർ, ഇത്രയും ഫെയിലേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇഞ്ചുറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ആൻഡ് അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കെയറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കെയർ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് കോഡിലേക്ക് വരാം. കോഡ് നോക്കാം. അതിനുശേഷം പാരഗ്രാഫിൽ കുറച്ചും കൂടെ പോയിന്റുകൾ മാർക്ക് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് കോഡ് നോക്കാം. കോഡ് 99291 ക്രിട്ടിക്കൽ കെയർ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കലി ഇൽ ഓർ ക്രിട്ടിക്കലി ഇഞ്ചേർഡ് പേഷ്യൻറ്റ് ഫസ്റ്റ് 30 to 74 minutes. സോ ടൈം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്നത്. ആദ്യത്തെ 30 to 74 minutes നമുക്ക് 99291 ആൻഡ് ഒരു ആഡ് ഓൺ കോഡ് വരുന്നുണ്ട് 99292 ഈച്ച് അഡീഷണൽ 30 minutes. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ തൊട്ട മുകളിൽ നിങ്ങൾക്കൊരു ടേബിൾ കാണാൻ പറ്റും. ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് എപ്പോഴും നിങ്ങൾ ENTML അല്ലെങ്കിൽ ടൈം ബേസ്ഡ് ആയിട്ടുള്ള കോഡുകൾ പറയുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് ടേബിൾ ഉണ്ടെങ്കിൽ ടേബിൾ ബേസ് ചെയ്തിട്ട് വേണം കോഡ് എടുക്കാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ കോഡ് നോക്കുക, ടേബിൾ നോക്കുക, ടേബിളിൽ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ലെസ് ദാൻ 30 minutes അപ്രോപ്രിയേറ്റ് ENTM കോഡ്സ്. അതായത് നമ്മൾ 99291 നമ്മൾ കണ്ടു 30 to 74 minutesനാണ് നമ്മൾ എന്തെടുക്കുക, 99291 കോഡ് എടുക്കുക. അപ്പോൾ 30 minutesലും കുറവാണ് ക്രിട്ടിക്കൽ കെയർ കൊടുത്തത് എങ്കിൽ അത് നമ്മൾ ക്രിട്ടിക്കൽ കെയർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. കണ്ടോ, അതുകൊണ്ടാണ് അപ്രോപ്രിയേറ്റ് ENTM കോഡ്സ് കൊടുക്കണം എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ കെയർ അല്ല. ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടാണ് കെയർ കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഡ് കൊടുക്കാം. അതല്ല OP വെച്ചിട്ടാണെങ്കിൽ OPൻ്റെ, IP വെച്ചിട്ടാണെങ്കിൽ IP. അതാണ് അപ്രോപ്രിയേറ്റ് ENTM കോഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിട്ടിക്കൽ കെയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മിനിമം 30 minutes എങ്കിലും വേണം, എന്നാലേ നമുക്കത് ക്രിട്ടിക്കൽ കെയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. 30 to 74 minutes അതിന് നമുക്ക് 99291 ആയിരിക്കും. 75 to 104 minutes 99291 അതുപോലെ 99292 ഇൻറ്റു 1 ഇട്ടത് എഴുതണം എന്നില്ല കേട്ടോ. ഒരു പ്രാവശ്യമേ ഉള്ളൂ എന്നുള്ളത് കാണിക്കാനാണ് അവർ ഇൻറ്റു 1 ഇട്ടിട്ടുള്ളത്. അത് എഴുതണം എന്നില്ല. ഓക്കെ, ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേനും അത് എഴുതാണ് കേട്ടോ. ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എഴുതണ്ട. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ടൈം തന്നിട്ടുള്ളത് അത് ഈ ഒരു ടേബിൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളടുത്ത് പറയാണ് 1 hour 20 minutes ഓഫ് ക്രിട്ടിക്കൽ കെയർ ആണ് പ്രൊവൈഡ് ചെയ്തതെന്ന് പറയാം. 1 hour 20 minutes എന്ന് പറയുമ്പോൾ ഏതിൽ വരും? 1 hour 20 minutes 120 minutes അല്ലേ. 120 minutes എന്ന് പറയുമ്പോൾ 105ൻ്റെയും 134 minutesൻ്റെയും ഇടയിൽ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 99291 99292 ഇൻറ്റു 2 എന്ന് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടേബിൾ ഉണ്ടാകുമ്പോൾ എളുപ്പമാണ്. എത്രയാണ് നിങ്ങൾക്ക് ടൈം പറഞ്ഞിട്ടുള്ളത്, ക്രിട്ടിക്കൽ കെയറിൻ്റെ ടൈം എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത് നേരെ നമ്മൾ ഈ ടേബിളിൽ നോക്കുക. ടേബിളിൽ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് സെലക്ട് ചെയ്യാം. സിമ്പിളാണ്, കോഡ് സെലക്ട് ചെയ്യാനൊക്കെ സിമ്പിളാണ്. ഓക്കെ, ടൈം ബേസ്ഡ് ആയിട്ട് എടുത്താൽ മതി. ഇനി നിങ്ങൾ തിരിച്ച് പാരഗ്രാഫിലേക്ക് തന്നെ വരിക. പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു വെച്ചത് അത് കഴിഞ്ഞ ഒരു പാരഗ്രാഫ് ഉണ്ട് കേട്ടോ. ഈ ഫോർ റിപ്പോർട്ടിംഗ് ബൈ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 പാരഗ്രാഫ് ഇങ്ങ് താഴേക്ക് വന്നിട്ടായിരിക്കും. ഓക്കെ, for reporting by professionals, the following services are included in critical care when performed during critical period by the physician providing critical care. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ കെയറിൻ്റെ കോഡ് നമുക്ക് ടൈം ബേസ്ഡ് ആണ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ കെയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുക. ഇപ്പോൾ നമ്മൾ അനസ്തേഷ്യ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, അനസ്തേഷ്യയിൽ ഇന്ന കാര്യങ്ങൾ, അതായത് പ്രീ ഓപ്പറേറ്റീവ് വിസിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റ്, പിന്നെ നമ്മൾ അനസ്തേഷ്യ യൂഷ്വൽ അനസ്തേഷ്യ മോണിറ്ററിങ് സർവീസസ്, അതായത് ECG, പൾസ് ഓക്സിമെട്രി, അങ്ങനത്തതൊക്കെ എന്താണ് ഓൾറെഡി അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനൊന്നും സെപ്പറേറ്റ് കോഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു.
അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട് മെഷർമെൻറ്റ്സ്, ചെസ്റ്റ് എക്സ്റേസ്, പൾസ് ഓക്സിമെട്രി, ബ്ലഡ് ഗ്യാസസ്, കളക്ഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിസിയോളജിക് ഡാറ്റാസ്, example ECG, blood pressure, hematologic data, gastric intubation, temporary transcutaneous pacing, ventilatory management and vascular access procedures. അപ്പോൾ ഇത്രയും സർവീസസ് എന്താണ് ക്രിട്ടിക്കൽ കെയറിൽ ഇൻക്ലൂഡഡ് ആണ്. Any services performed that are not included in the listing should be reported separately. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ക്രിട്ടിക്കൽ കെയർ സർവീസസിൻ്റെ കൂടെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെ സെപ്പറേറ്റ് നമുക്ക് കോഡ് കൊടുക്കാം. അതല്ല ഇതിലത്തെ പറഞ്ഞപ്പം നമ്മളടുത്ത് പറയുകയാണ് ക്രിട്ടിക്കൽ കെയർ കൊടുത്തു, ഒരു 50 minutes ആണ് ക്രിട്ടിക്കൽ കെയർ കൊടുത്തത്. ആ സമയത്ത് പൾസ് ഓക്സിമെട്രി നോക്കിയിട്ടുണ്ട്, ECG നോക്കിയിട്ടുണ്ട്, ബ്ലഡ് പ്രഷർ നോക്കിയിട്ടുണ്ട്, വെന്റിലേറ്ററി മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ക്രിട്ടിക്കൽ കെയറിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി, 99291 മാത്രം കോഡ് ചെയ്താൽ മതി. ഓക്കെ, അതല്ലാത്ത വേറെ എന്തെങ്കിലും കണ്ടീഷൻ, വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തു, ഇപ്പോൾ ഇവിടെ പറയാത്ത വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളത് കോഡ് കൊടുക്കണ്ട, അത് കോഡ് കൊടുക്കുക. പറയാത്തതാണെങ്കിൽ അത് കോഡ് കൊടുക്കുക. ഓക്കെ, പറഞ്ഞതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, കോഡ് കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പാരഗ്രാഫ് നോക്കുക. ഈ പാരഗ്രാഫിൽ പറഞ്ഞതല്ലാത്ത അതിനൊക്കെ കോഡുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് കോഡുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ 99291ൻ്റെയോ 92ൻ്റെയോ കൂടെ നമുക്ക് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള കോഡുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇതല്ലാത്ത പുറമെ വേറെ എന്തെങ്കിലും വന്നാൽ നമ്മളത് നോക്കേണ്ട ആവശ്യമുള്ളൂ. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോഡും കൂടെ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് പാരഗ്രാഫ് പോയി കഴിഞ്ഞാൽ ഇൻപേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയർ സർവീസസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇൻപേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയർ സർവീസസ് പ്രൊവൈഡഡ് ടു ഇൻഫാൻസ് 29 days through 71 months of age are reported with pediatric critical care codes. Pediatric critical care codes 99471 മുതൽ 476. അപ്പോൾ ഇൻപേഷ്യൻ്റ് ആ ടേമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇൻപേഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫാൻസ് എന്ന് പറയുമ്പോൾ 29 days മുതൽ 71, അതായത് 5 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഇൻപേഷ്യൻ്റ് ആയിട്ട് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോഡുകൾ വരുന്നുണ്ട്. 99471 മുതൽ 476 വരെ വരുന്നുണ്ട്. അതുപോലെ ഇൻപേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയർ സർവീസസ് പ്രൊവൈഡഡ് ടു നിയോനേറ്റ്സ് എന്ന് പറയുമ്പം 28 ദിവസം അതിൻ്റെ താഴേക്കോ വരുന്ന കുട്ടികൾക്ക് ആ റിപ്പോർട്ടഡ് വിത്ത് നിയോനേറ്റൽ ക്രിട്ടിക്കൽ കെയർ കോഡ്സ് 99468 99469. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്താ, ഇൻപേഷ്യൻ്റ് ആയിട്ട് ക്രിട്ടിക്കൽ കെയർ കോഡ് കൊടുക്കുകയാണ്, ക്രിട്ടിക്കൽ കെയർ സർവീസ് കൊടുക്കുകയാണ് അപ് ടു 5 years വരെ അല്ലേ. 28 ദിവസം അതിൻ്റെ താഴേക്കും നമുക്ക് കോഡ് പറയുന്നുണ്ട്. 29 ദിവസം മുതൽ 71 month, അതായത് 5 വയസ്സ് വരെ. 5 വയസ്സ് വരെ വരുന്ന കുട്ടികൾക്ക് ഇൻപേഷ്യൻ്റ് ആയിട്ടാണ് ക്രിട്ടിക്കൽ കെയർ കൊടുത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സെപ്പറേറ്റ് ഒരു കോഡ് വരുന്നുണ്ട്. നമുക്കത് വായിക്കാം. സെപ്പറേറ്റ് കോഡ് വരുന്നുണ്ട്. സൈഡിൽ എഴുതി വെക്കുക അത് കേട്ടോ. ഈ പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൈഡിൽ എഴുതി വെക്കുക. ഇൻപേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയർ സർവീസസ് up to 5 years are reported with 99468 to 99472. 99468 മുതൽ 99472 വരെയാണ് നമ്മൾ ഇൻപേഷ്യൻ്റ്, ആ ടേമാണ് ഇമ്പോർട്ടൻ്റ്, ഇൻപേഷ്യൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ. ഇനി ഔട്ട് പേഷ്യൻ്റ് ആയിട്ടാണ് ഈ സെയിം ഏജിലുള്ള കുട്ടികൾക്ക് ഔട്ട് പേഷ്യൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ അപ്പോഴും നമ്മൾ 99291 99292 തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇൻപേഷ്യൻ്റ് ആണെങ്കിൽ മാത്രമുള്ള കാര്യമാണ് കേട്ടോ. ഇൻപേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ അഡ്മിറ്റ് ആയിട്ട് കൊടുക്കുക. അഡ്മിറ്റ് ആയതിനു ശേഷം ക്രിട്ടിക്കൽ കെയർ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറഞ്ഞത്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെറ്റ് ഓഫ് കോഡ്സ് കൊടുക്കുക. 68 മുതൽ 72 വരെയുള്ള കോഡ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ?
ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റാണിത്. ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ കെയർ സർവീസസ് പ്രൊവൈഡഡ് ഇൻ ദ ഔട്ട് പേഷ്യൻറ്റ് സെറ്റിംഗ്സ്, എക്സാമ്പിൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഓഫീസ് ഫോർ നിയോനീറ്റ്സ് ആൻഡ് പീഡിയാട്രിക് പേഷ്യൻസ് അപ് ടു 71 months of age. See the critical care codes 99291, 99292. അപ്പോൾ ഔട്ട് പേഷ്യൻ്റ് ആയിട്ടാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഏജ് ഗ്രൂപ്പുള്ളവർക്കോ ആർക്കായാലും ഔട്ട് പേഷ്യൻ്റ് ആയിട്ടാണ് ക്രിട്ടിക്കൽ കെയർ സർവീസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 291 292 ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആകെ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, അപ് ടു 5 years വരെ 5 years വരെയുള്ള കുട്ടികൾക്ക് ഇൻപേഷ്യൻ്റ് ആയിട്ടാണ് ക്രിട്ടിക്കൽ കെയർ സർവീസ് കൊടുത്തതെങ്കിൽ നമുക്ക് വേറെ സെറ്റ് ഓഫ് കോഡ്സ് വരുന്നുണ്ട്. ഓക്കെ. If the same individual provides critical care services for a neonate or pediatric patient both in outpatient and inpatient setting on the same day, report only the appropriate neonatal or pediatric critical care code 99468 മുതൽ 472 for all critical services provided on that day. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ. അതായത് ഒരു സെയിം ഇൻഡിവിജ്വലിന് ഒരു സെയിം ഡോക്ടർ തന്നെ ഒരു പേഷ്യൻറ്റിന്, അതായത് നിയോനേറ്റോ അല്ലെ പീഡിയാട്രിക് പേഷ്യൻറ്റിനോ, അതായത് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും അന്നേ ദിവസം തന്നെ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും എന്ത് കൊടുത്തു, സെയിം ഡേയിൽ അവർക്ക് ക്രിട്ടിക്കൽ കെയർ സർവീസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് 99468 മുതൽ 472, അതായത് ഇൻപേഷ്യൻറ്റ് പീഡിയാട്രിക് ഓർ നിയോനേറ്റൽ ക്രിട്ടിക്കൽ കെയർ കോഡ്സ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെയിം ഡേയിൽ സെയിം ഡോക്ടർ തന്നെ ഇൻപേഷ്യൻറ്റും ഔട്ട് പേഷ്യൻറ്റും ക്രിട്ടിക്കൽ കെയർ സർവീസസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻപേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയർ കോഡ്സ് മാത്രമാണ് കൊടുക്കേണ്ടത്. ഇനി 5 years വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ 5 yearsൻ്റെ മുകളിലുള്ള ഒരാൾക്ക് ഇൻപേഷ്യൻ്റ് ആയിട്ടാണ് ക്രിട്ടിക്കൽ കെയർ സർവീസ് കൊടുത്തതെങ്കിലും നമ്മൾ എന്താ കൊടുക്കേണ്ടത്, 99291 92 ആ കോഡുകൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അതായത് അഡൽട്ട് 5 വയസ്സിൻ്റെ മുകളിൽ വരുന്ന ആൾക്കാർക്ക് ഇൻപേഷ്യൻ്റ് ആയാലും ഔട്ട് പേഷ്യൻ്റ് ആയാലും നമ്മൾ എന്തുതന്നെയാണ് റിപ്പോർട്ട് ചെയ്യുക, 291 292 തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുക. അതേസമയം 5 വയസ്സോ 5 വയസ്സിൻ്റെ താഴെയോ വരുന്ന കുട്ടികൾക്ക് ഔട്ട് പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ 291 292 തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഇൻപേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ 99468 472 ആ റേഞ്ചിലുള്ള കോഡുകളാണ് റിപ്പോർട്ട് ചെയ്യുക. അതങ്ങനെ തന്നെ ഒന്ന് സൈഡിൽ എഴുതി വെക്കുക കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. then അത് കഴിഞ്ഞിട്ട് ഒരു ടൈമിൻ്റെ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്. ടൈം സ്പെൻഡ് വിത്ത് ദ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ പേഷ്യൻസ് റെക്കോർഡ്. അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്തത് എന്നുള്ളത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കോഡ് ടൈം ബേസ്ഡ് ആയിട്ടുള്ള കോഡാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഡോക്ടർ എന്തായാലും പേഷ്യൻറ്റിൻ്റെ റെക്കോർഡിൽ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. The time that can be reported as critical care is the time spent engaged in work directly related to the individual patient's care, whether the time was spent at the immediate bedside or elsewhere on the floor or unit. അപ്പോൾ നമ്മൾ ഇതിനെ ഫ്ലോർ അല്ലെങ്കിൽ യൂണിറ്റ് ടൈം എന്ന് പറയും കേട്ടോ ഇതിന്. അതായത് നമുക്ക് അത് എല്ലാ ഭാഗത്തും ബാധകമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒബ്സർവേഷനും അല്ലെങ്കിൽ IP ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ഫ്ലോർ ടൈം അല്ലെങ്കിൽ യൂണിറ്റ് ടൈം എന്നാണ് പറയാം. അതായത് എത്ര ടൈമാണ് അവിടെ സ്പെൻഡ് ചെയ്തത് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്ത ടൈം തന്നെ മാത്രം ആവണം എന്നില്ല. ആ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഡോക്ടർ ഇപ്പോൾ ആ ഒരു നഴ്സിംഗ് റൂമിൽ പോയിട്ട് അത് റിപ്പോർട്ട് എഴുതുന്നുണ്ടാവും, അല്ലെങ്കിൽ നേഴ്സസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേറെ ഡോക്ടേഴ്സുമായിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പാരൻസുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും, ഗാർഡിയൻസുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. ആ ടൈമൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ. അതിനെയാണ് നമ്മൾ ടോട്ടൽ ഫ്ലോർ ടൈം അല്ലെങ്കിൽ യൂണിറ്റ് ടൈം എന്ന് പറയുക. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ ടൈം സ്പെൻഡ് ഓൺ ദ യൂണിറ്റ് ഓർ അറ്റ് ദ നഴ്സിംഗ് സ്റ്റേഷൻ ഓൺ ദ ഫ്ലോർ റിവ്യൂവിംഗ് test result or imaging studies, discussing critically ill patients' care with other medical staff, or documenting critical care services in the medical record would be reported as critical care even though it does not occur at the bedside. ഇപ്പോൾ ബെഡ്സൈഡിൽ നിൽക്കുന്ന ടൈം മാത്രമല്ല, ഈ പേഷ്യൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഡോക്ടർ അവിടെ ടൈം സ്പെൻഡ് ചെയ്തോ അതെല്ലാം നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യും, ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യും.
അപ്പോൾ മിക്കവാറും കേസസിൽ നിങ്ങൾക്ക് ടോട്ടൽ ടൈം തന്നിട്ടുണ്ടാവും. ചില സമയത്ത് നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചിലപ്പോൾ ടൈം ഇന്ന ടൈം പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒരു 20 മിനിറ്റ്സ് ഇരുന്നു, ദെൻ നഴ്സിംഗ് സ്റ്റേഷനിൽ എഗെയിൻ ഒരു 20 മിനിറ്റ്സ് ഇരുന്നു, പിന്നെ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സ് ഇരുന്നു, അങ്ങനെ പറയും. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 20 + 20 + 10 50 മിനിറ്റ്സ് ആയിരിക്കും ടോട്ടൽ ക്രിട്ടിക്കൽ കെയർ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നഴ്സിംഗ് ഫെസിലിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇൻപേഷ്യൻ്റ് നിയോനേറ്റൽ ആൻഡ് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ കോഡ്സ് അതും കൂടെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് അതിനുശേഷം വീണ്ടും തിരിച്ച് നഴ്സിംഗ് ഫെസിലിറ്റീൻ്റെ അങ്ങോട്ടേക്ക് വരാം, അടുത്ത ഹെഡിങ്ങിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ കുറച്ചധികം പേജസ് മറിച്ച് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഹെഡിങ് കാണാൻ പറ്റുന്നുണ്ടാവുക കേട്ടോ. ഇൻപേഷ്യൻ്റ് നിയോനേറ്റൽ ആൻഡ് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കാണാൻ പറ്റും. ന്യൂ ബോൺ കെയർ സർവീസസിൻ്റെ താഴെ അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ഈ ഒരു ഹെഡിങ് കാണാൻ പറ്റും. അപ്പോൾ അതിലാദ്യം നമുക്ക് കോഡുകളൊന്ന് നോക്കാം. കോഡ് പറയുന്നത് 99468 ഇനീഷ്യൽ ഇൻപേഷ്യൻ്റ് നിയോനേറ്റൽ ക്രിട്ടിക്കൽ കെയർ പെർ ഡേ for the E&M management of critically ill neonate 28 days of age or younger. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപേഷ്യൻ്റ് ആണ്, അതിൻ്റെ ഇനീഷ്യൽ കെയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ബാക്കി ക്രിട്ടിക്കൽ കെയർ കോഡ്സ് കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ടൈം ബേസ്ഡ് അല്ല, ഇനീഷ്യലും ഇൻപേഷ്യൻ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഇനീഷ്യലും സബ്സീക്വൻറ്റും ആയിട്ടാണ് കോഡുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആർക്കാണ് കൊടുക്കുന്നത്? നിയോനേറ്റിനാണ്. നിയോനേറ്റ് എന്ന് പറയുമ്പോൾ 28 days of age or younger. ഓക്കെ, ഫസ്റ്റ് ഡേൻ്റെതാണ് ഇനീഷ്യൽ. 99469 സബ്സീക്വൻറ്റ് ഇൻപേഷ്യൻ്റ് നിയോനേറ്റൽ കെയർ പെർ ഡേ. നമ്മൾ ഒബ്സർവേഷനിലും ഇൻപേഷ്യൻറ്റിലൊക്കെ പഠിച്ചില്ലേ സബ്സീക്വൻറ്റ് ഓരോ ദിവസത്തിന്. അപ്പോൾ മൺഡേ അഡ്മിറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഇനീഷ്യലിൻ്റെ കോഡ് കൊടുക്കും. ദെൻ ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ട്യൂസ്ഡേക്ക് നമുക്ക് 469 കൊടുക്കാം, വെനസ്ഡേക്ക് നമുക്ക് 469 കൊടുക്കാം, അങ്ങനെ. ഓക്കെ, സബ്സീക്വൻറ്റ് ഇൻപേഷ്യൻ്റ് നിയോനേറ്റൽ ക്രിട്ടിക്കൽ കെയർ പെർ ഡേ ഫോർ E&M മാനേജ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കലി ഇൽ നിയോനേറ്റ് തന്നെയാണ് 28 days of age or younger. ദെൻ 99471 ഇനീഷ്യൽ ഇൻപേഷ്യൻ്റ് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ പെർ ഡേ ആണ് ഫോർ E&M മാനേജ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കലി ഇൽ ഇൻഫാൻറ്റ് ഓർ യങ് ചൈൽഡ് 29 days through 24 months. അപ്പോൾ 29 ദിവസം മുതൽ 24 months, അതായത് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അവരെ ഇനീഷ്യൽ ഡേൻ്റെ കോഡാണ് 472 വരുന്നത്. സബ്സീക്വൻറ്റ് ഇൻപേഷ്യൻ്റ് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ ആണ് 29 ദിവസം മുതൽ 24 month, അതായത് 2 വയസ്സ് വരെ തന്നെ. ദെൻ 475 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇനീഷ്യലിൻ്റെ കോഡാണ് 476 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ സബ്സീക്വൻറ്റ്. ഇപ്പോൾ 3 സെറ്റ് ഓഫ് കോഡ്സ് ആയിട്ടാണ് ഇൻപേഷ്യൻറ്റിൻ്റെ ക്രിട്ടിക്കൽ കെയർ കോഡ് കൊടുത്തിട്ടുള്ളത്. 28 ദിവസം അതിൻ്റെ താഴേക്ക് വരുന്നത്. ദെൻ 29 മുതൽ 2 വയസ്സ് വരെ, 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ നോക്കണം? ഇനീഷ്യൽ നോക്കുക, സബ്സീക്വൻറ്റ് നോക്കുക. ഇനീഷ്യൽ ഡേക്ക് ഒരു കോഡ് കൊടുക്കുക, ദെൻ സബ്സീക്വൻറ്റ് ഡേയ്സ് എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻഡ്യൂട്ടിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ ഒരു ഡിഫറൻസ് വരുന്നത് ഇവിടെ ടൈം ബേസ്ഡ് അല്ല കോഡ് കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രം. ഇനീഷ്യലും സബ്സീക്വൻറ്റും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ക്രിട്ടിക്കൽ കെയർ സർവീസസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സ് പറഞ്ഞിരുന്നു അല്ലേ? ആ പ്രൊസീജിയേഴ്സൊക്കെ ആ ഒരു 99291 99292 എടുക്കുമ്പോഴാണ്, അവിടെ ആ കോഡ് എടുക്കുമ്പോഴാണ് നമ്മൾ അവിടുത്തെ ആ പ്രൊസീജിയേഴ്സ് നമ്മൾ നോക്കേണ്ടത്. ഈ കോഡുകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ട പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് പാരഗ്രാഫ് ഇങ്ങനെ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ടാവും. നമ്പറല്ല, അങ്ങനെ ഓരോരോ പോയിൻ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവും. വാസ്കുലാർ ആക്സസ് പ്രൊസീജിയേഴ്സ് like peripheral vessel catheterization, other arterial catheters, umbilical venous catheters, central vessel catheterization, vascular access procedures, vascular punctures, umbilical arterial catheters, airway ventilation മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ, വെന്റിലേറ്ററി മാനേജ്മെൻറ്റ്, ബെഡ് സൈഡ്, അങ്ങനെ തുടങ്ങി കുറേ നമുക്ക് പറയുന്നുണ്ട്. ലംബാർ പങ്ക്ചർ വരെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സർവീസസ് നമുക്ക് ഈ കോഡുകൾ 99468 മുതൽ 476 വരെ വരുന്ന കോഡുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, എനി സർവീസസ് പെർഫോംഡ് വിച്ച് ആർ നോട്ട് ലിസ്റ്റഡ് എബോവ് മേ ബി റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി.
അപ്പോൾ അതിൻ്റെ പുറമേക്ക് വരുന്ന കോഡുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ പുറമേ വരുന്ന പ്രൊസീജിയേഴ്സിൻ്റെ കോഡുകളാണ് നമ്മൾ സെപ്പറേറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ താഴെ വരുന്ന കോഡുകളിൽ മാത്രമാണ് ഈ പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റ് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. നേരത്തെ നമ്മൾ ക്രിട്ടിക്കൽ കെയർ സർവീസസിൻ്റെ അവിടെ നമ്മൾ കുറച്ച് ചെസ്റ്റ് എക്സ്റേ, പൾസ് ഓക്സിമെട്രി എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം എന്താണ് അവിടെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ആ 99291 99292 എടുക്കുമ്പോഴാണ് ആ പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക 99468 മുതൽ 76 വരെ വരുന്ന കോഡുകൾ പറയുന്ന സമയത്താണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ കെയർ സർവീസസ് ടു എ പീഡിയാട്രിക് പേഷ്യൻറ്റ് 6 years of age or older are reported with the time based critical care codes 99291 99292. ഓക്കെ, അതായത് ആകെ പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തേ ഉള്ളൂ, ഇൻപേഷ്യൻ്റ് ആയിട്ട് ക്രിട്ടിക്കൽ കെയർ കൊടുക്കുകയാണ് 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ 68 മുതൽ 76 വരെ വരുന്ന കോഡുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതേസമയം ബാക്കി വരുന്ന എല്ലാവർക്കും, അതായത് 6 വയസ്സോ 6 വയസ്സിൻ്റെ മുകളിലേക്കുള്ള കുട്ടികളായാലും അഡൽട്ട് ആയാലും അവർക്ക് ഇൻപേഷ്യൻ്റ് ആയാലും ഔട്ട് പേഷ്യൻ്റ് ആയാലും ഒക്കെ നമ്മൾ എന്തിനാണ് ടൈം ബേസ്ഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ കോഡ്സാണ് 99291 99292 അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗത്തേക്ക് തന്നെ വരാം. ക്രിട്ടിക്കൽ കെയർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് നഴ്സിംഗ് ഫെസിലിറ്റി സർവീസസ് ആണ്. The following codes are used to report E&M services to a patient in nursing facilities. നഴ്സിംഗ് ഫെസിലിറ്റീസിൽ താമസിക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോലെ അല്ലാതെ ഉണ്ടാവും നഴ്സിംഗ് ഫെസിലിറ്റി. എസ്പെഷ്യലി സൈക്യാട്രിക് റെസിഡൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. സൈക്യാട്രിക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ അവരൊക്കെ നമ്മൾ നഴ്സിംഗ് ഫെസിലിറ്റിയിലാണ് മിക്കവാറും അവരൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന സർവീസസിനെയാണ് നമ്മൾ നഴ്സിംഗ് ഫെസിലിറ്റി സർവീസസ് എന്ന് നമ്മൾ കോഡ് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഇൻപേഷ്യൻറ്റ് ഒബ്സർവേഷൻ കെയർ അല്ലെങ്കിൽ ഇൻപേഷ്യൻറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഹെഡിങ് വരുന്നത്. ഇനീഷ്യൽ നഴ്സിംഗ് ഫെസിലിറ്റി, സബ്സീക്വൻറ്റ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ നഴ്സിംഗ് ഫെസിലിറ്റി കെയറിൽ ന്യൂ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ് when the patient is admitted to the nursing facility in the course of an encounter in another site of service, example hospital, emergency department or office, the service in the initial site may be separately reported ബൈ ആഡിങ് മോഡിഫയർ 25. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ഒ പിയിൽ കൊണ്ടുവന്നിട്ടാണ് നഴ്സിംഗ് ഫെസിലിറ്റിയിലേക്ക് അഡ്മിറ്റ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒ പിത്തെ കോഡ് കൊടുക്കണം, അതിൻ്റെ കൂടെ 25 മോഡിഫയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനീഷ്യൽ നഴ്സിംഗ് ഫെസിലിറ്റിൻ്റെ കോഡ് കൊടുക്കുക. ഇനി അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്, ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ ഡിസ്ചാർജ് സർവീസസ് പെർഫോംഡ് ഓൺ ദ സെയിം ഡേറ്റ് ഓഫ് നഴ്സിംഗ് ഫെസിലിറ്റി അഡ്മിഷൻ ഓർ റീ അഡ്മിഷൻ മേ ബി റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആക്കി എടുത്തുനിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്കാവില്ല, നേരെ നഴ്സിംഗ് ഫെസിലിറ്റിയിലേക്കായിരിക്കും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഡിസ്ചാർജ് സർവീസസിൻ്റെ കോഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, 99238 അതേപോലെ 239. അത് ഡിഫറെൻറ്റ് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെയിം ഡേയിൽ തന്നെയാണെങ്കിൽ 99234 235. അപ്പോൾ അതിൽ ആ കോഡിൻ്റെ കൂടെ നമുക്ക് ഈ ഇനീഷ്യലിൻ്റെ കോഡും നമുക്ക് എന്ത് ചെയ്യാം, ഈ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കോഡ്സ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടാണ്. 99304 സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ലോ MDM ആണ് 25 മിനിറ്റ്സ്. 305 മോഡറേറ്റ് MDM 35 മിനിറ്റ്സ്. 306 ഹൈ ലെവൽ 45 മിനിറ്റ്സ്. ഓക്കെ, പിന്നെ സബ്സീക്വൻ്റ് ആണ്. സബ്സീക്വൻറ്റിൽ 307 അതിൽ സ്ട്രെയിറ്റ് ഫോർവേഡാണ് 10 മിനിറ്റ്സ് ആണ് പറയുന്നത്, ടൈം പറയുന്നത്. 308 ലോ ലെവൽ MDM 15 മിനിറ്റ്സ്. 309 മോഡറേറ്റ് 30 മിനിറ്റ്സ്. 310 ഹൈ ലെവൽ 45 മിനിറ്റ്സ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ചാർജ് സർവീസസിന് കോഡ് വരുന്നുണ്ട്, നഴ്സിംഗ് ഫെസിലിറ്റി ഡിസ്ചാർജ് സർവീസ് കോഡ്സ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം ബേസ്ഡ് ആയിട്ടാണ്. 2 കോഡുകളാണ് വരുന്നത്, 99315 316. 315 വരുന്നത് 30 മിനിറ്റ്സ് ഓർ ലെസ്. 316 വരുന്നത് 30 മിനിറ്റ്സ്, മോർ ദാൻ 30 മിനിറ്റ്സ് ആണ് ഡിസ്ചാർജ് ഡേറ്റിൻ്റെ ടൈമിംഗ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ 99316 കൊടുക്കും.
അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഡൊമിസിലറി റെസ്റ്റ് ഹോം, എക്സാമ്പിൾ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി ഓർ ഹോം കെയർ പ്ലാൻ ഓവർസൈറ്റ് സർവീസസ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഹോം ഓർ റെസിഡൻസ് സർവീസസ് ആണ്. ദ ഫോളോയിങ് കോഡ്സ് ആർ യൂസ്ഡ് ടു റിപ്പോർട്ട് E&M സർവീസസ് പ്രൊവൈഡഡ് ഇൻ എ ഹോം ഓർ റെസിഡൻസ്. അപ്പോൾ നമ്മൾ ഹോം അല്ലെങ്കിൽ റെസിഡൻസിലാണ് E&M സർവീസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കോഡുകൾ നമ്മൾ ഇവിടെ നിന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ഈ ഹോം ഓർ റെസിഡൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോം മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രൈവറ്റ് റെസിഡൻസ്, ടെമ്പററി ലോഡ്ജിങ് ഓർ ഷോർട്ട് ടേം അക്കോമഡേഷൻ. അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ വന്നിട്ട് നോക്കുന്നതാവാം, അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ലോഡ്ജിങ് പോലെയുള്ളതാവാം, അല്ലെങ്കിൽ ഷോർട്ട് ടേം അക്കോമഡേഷൻ, അതായത് ഹോസ്റ്റൽ, ക്യാമ്പ് അങ്ങനത്തെ ഒക്കെ വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ടലൊക്കെ പറ്റും. അതുപോലെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ക്രൂസ് ഷിപ്പ് എന്ന് പറയുന്നത്. ക്രൂസ് ഷിപ്പ് എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ക്രൂസ് ഷിപ്പിൽ വന്നിട്ട് E&M സർവീസ് കൊടുത്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹോം റെസിഡൻസ് സർവീസിലാണ് വരിക. നമ്മൾ ഇവിടെ വരുന്ന കോഡുകളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോഡുകൾ നമ്മൾ നേരത്തെ ഒക്കെ കൊടുത്ത പോലെ തന്നെയാണ്, 2 എണ്ണം ആയിട്ടാണ് കൊടുത്തത്. ന്യൂ പേഷ്യൻറ്റ്, എസ്റ്റാബ്ലിഷ്ഡ്, അത് MDMനെ ബേസ് ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് കോഡ് എടുക്കാം. MDMനെ ബേസ് ചെയ്തിട്ടോ ടൈമിനെ ബേസ് ചെയ്തിട്ടോ. ഇപ്പോൾ ന്യൂ പേഷ്യൻ്റ് ആണോ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണോ നോക്കുക, കോഡ് എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് പ്രൊലോങ്ഡ് സർവീസസ് ആണ്. പ്രൊലോങ്ഡ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാ സെക്ഷനിലും നമുക്ക് കോഡിൻ്റെ താഴെ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ടൈമിൻ്റെ ബിയോണ്ട് സർവീസ് പോയി കഴിഞ്ഞാൽ, E&M സർവീസ് ആ ഒരു സ്പെസിഫൈഡ് ടൈമിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ എക്സ്ട്രാ കൊടുക്കുന്ന ടൈമിന്, എക്സ്ട്രാ സർവീസ് കൊടുക്കുന്നതിന് നമുക്ക് കോഡുകൾ വരുന്നുണ്ട്. അതാണ് പ്രൊലോങ്ഡ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് പേഷ്യൻറ്റിൽ, ന്യൂ പേഷ്യൻറ്റിൽ നമുക്ക് മാക്സിമം ടൈം നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 74 മിനിറ്റ്സ് ആണ് അല്ലേ. 99205 നമുക്ക് മാക്സിമം ടൈം കൊടുത്തിട്ടുള്ളത് 74 മിനിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ഒരു പേഷ്യൻറ്റ് ഔട്ട് പേഷ്യൻറ്റ്, ന്യൂ പേഷ്യൻ്റ് ആണ്, അവിടെ ടൈം കൊടുത്തിട്ടുള്ളത്, സർവീസ് ചെയ്തു, ആ സർവീസ് ചെയ്തതിൻ്റെ ടൈം കൊടുത്തിട്ടുള്ളത് 100 മിനിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 100 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 74 മിനിറ്റ്സ് വരെ മാത്രമേ നമുക്ക് ഈ 99205 വരുന്നുള്ളൂ. അപ്പോൾ 74 കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് സമയം കൂടെ ഉണ്ട് അല്ലേ. 100 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു 26 മിനിറ്റ്സും കൂടെ വരുന്നുണ്ട്. ആ ടൈമിന് നമ്മൾ കൊടുക്കേണ്ട കോഡാണ് പ്രൊലോങ്ഡ് സർവീസ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഹെഡിങ് പ്രൊലോങ്ഡ് സർവീസ് വിത്ത് ഓർ വിത്തൗട്ട് ഡയറക്റ്റ് പേഷ്യൻറ്റ് കോൺടാക്റ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് E&M സർവീസ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇൻ പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആണ്. ഓക്കെ, അപ്പോൾ ഔട്ട് പേഷ്യൻറ്റിലാണ് നമുക്ക് പ്രൊലോങ്ഡ് സർവീസ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആഡ് ഓൺ കോഡാണ് 99417. ഈ ആഡ് ഓൺ കോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഔട്ട് പേഷ്യൻറ്റിലത്തെ കോഡായിരിക്കണം, അവിടുത്തെ ഹയർ ലെവൽ കോഡായിരിക്കണം നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു 100 മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് 74 മിനിറ്റ്സ് വരെയുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് 99205 കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 99417 കോഡ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കോഡൊന്ന് വായിച്ചു നോക്കുക. പ്രൊലോങ്ഡ് ഔട്ട് പേഷ്യൻറ്റ് E&M സർവീസ് വിത്ത് ഓർ വിത്തൗട്ട് ഡയറക്റ്റ് പേഷ്യൻറ്റ് കോൺടാക്റ്റ് beyond the required time of primary service when the primary service level has been selected using total time each 15 minutes of total time. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഈ 99417 കോഡ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഓരോ 15 മിനിറ്റിനും നമുക്ക് ഈ ഒരു കോഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 30 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം കൊടുക്കാം. ഓക്കെ, ഓരോ 15 മിനിറ്റിനും നമുക്ക് എന്ത് കൊടുക്കാം, 99417 കൊടുക്കാം. അതേപോലെ 99418 പറയുന്നത് ഇൻപേഷ്യൻറ്റിൻ്റാണ്. ഇതുപോലെ തന്നെയാണ് ഇൻപേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ നമുക്ക് അഡീഷണൽ ടൈം വരികയാണെങ്കിൽ നമുക്ക് 99418 എന്ന് പറഞ്ഞ കോഡ് കൊടുക്കാം. അത് നമുക്ക് ഈച്ച് 15 മിനിറ്റ്സിനാണ് പറയുന്നത്. അപ്പോൾ 15 മിനിറ്റ്സ് മിനിമം 15 മിനിറ്റ്സ് വേണം. 15 മിനിറ്റ്സിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആഡ് ഓൺ കോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞു, നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ടാവും. ടേബിൾ നോക്കിയിട്ട് നമുക്ക് കോഡ് എടുക്കുന്നതാണ് എളുപ്പം, തെറ്റാതിരിക്കാൻ എളുപ്പം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ന്യൂ പേഷ്യൻ്റ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് യൂസ് വിത്ത് 99205 എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ 100 മിനിറ്റ്സാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 99205 കൊടുക്കുക. ഈ 100 എവിടെയാണ് വരുന്നത്,
90-104 മിനിറ്റ്സിന് 99205 99417 × 2 അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോഡ് കിട്ടി. അപ്പോൾ ഈ ടേബിൾ നോക്കിയിട്ട് എടുക്കുകയാണ് എപ്പോഴും എളുപ്പം. അപ്പോൾ ഇതാണ് പ്രൊലോങ്ഡ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡ് ബൈ സർവീസസാണ്. So code 99360 is used to report physician or other qualified healthcare professional standby services that are requested by another individual that involve prolonged attendance without direct face-to-face patient contact. Care or services may not be provided to other patients during this period. The standby services എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു മേജർ ഒരു ഓപ്പറേഷനോ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാണ്, പേഷ്യൻറ്റിനെ ഇപ്പോൾ സീരിയസ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വേറൊരു ഡോക്ടർ അവരെന്ത് ചെയ്യും, സ്റ്റാൻഡ് ബൈ സർവീസ് ആക്കിയിട്ട് അവിടെ നിർത്തും. ഓക്കെ, അപ്പം അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഈ സ്റ്റാൻഡ് ബൈ സർവീസ് ആയിട്ട് നിൽക്കുന്ന ഡോക്ടർ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു സർജറിയിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാൻഡ് ബൈ സർവീസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, സ്റ്റാൻഡ് ബൈ സർവീസ് ആയിട്ടിരിക്കുന്ന ഡോക്ടർ എന്ത് ചെയ്യാൻ പാടില്ല, ആ സമയത്ത് വേറെ പേഷ്യൻസിനൊന്നും കെയർ കൊടുക്കാൻ പാടില്ല. കെയർ ഓർ സർവീസസ് മേ നോട്ട് ബി പ്രൊവൈഡഡ് ടു അതർ പേഷ്യൻസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ പേഷ്യൻറ്റിനൊന്നും വേറെ പേഷ്യൻസിനൊന്നും കെയർ കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഷ്യൻസിന് കെയർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടർ അവിടെ നിന്ന് കോൾ ചെയ്തതെങ്കിൽ ഈ സ്റ്റാൻഡ് ബൈ ആയിട്ടിരിക്കുന്ന ഡോക്ടർ എന്ത് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് തന്നെ എണീച്ച് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന പേഷ്യൻറ്റിൻ്റെ സർവീസ് കംപ്ലീറ്റ് ആക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യാൻ പാടില്ല, വേറെ പേഷ്യൻസിനൊന്നും വേറെ സർവീസസ് ഒന്നും കൊടുക്കാതെ ഈ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുന്ന ഡോക്ടർ എന്ത് ചെയ്യണം, വെറുതെ അവിടെ ഇരിക്കണം. ഓക്കെ, പേഷ്യൻറ്റുമായിട്ട് എന്നാലോ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് വരാനും പാടില്ല. ഇനി ബൈ ചാൻസ് ഈ സ്റ്റാൻഡ് ബൈ ആയിട്ടിരിക്കുന്ന ഡോക്ടറിനെ വിളിച്ചു എന്ന് വിചാരിക്കുക, വിളിച്ചു അപ്പോൾ അത് സർജറിയിൽ അസിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ സർജറിയിലേക്ക് എന്താ വേണ്ട വെച്ചാൽ അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റാൻഡ് ബൈ സർവീസ് റിപ്പോർട്ട് ചെയ്യേണ്ട. അപ്പോൾ ഡോക്ടർ അവിടെ എന്താണോ സർവീസ് ചെയ്തിട്ടുള്ളത്, അവിടെ ഡയറക്റ്റ് പേഷ്യൻറ്റ് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് വന്നു, അപ്പോൾ അവിടെ എന്താണോ ഡോക്ടർ ചെയ്തിട്ടുള്ളത്, ഈ സ്റ്റാൻഡ് ബൈ ഇരുന്ന ഡോക്ടർ ചെയ്തിട്ടുള്ളത് അത് വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നും ചെയ്യാണ്ട് ഇപ്പോൾ പേഷ്യൻറ്റ് ഈ ഡോക്ടർ പേഷ്യൻറ്റിനെ കാണുമൊന്നും ചെയ്യാതെ സ്റ്റാൻഡ് ബൈ ആയിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ടൈമിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡോക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, അതാണ് സ്റ്റാൻഡ് ബൈ സർവീസ് എന്ന് പറഞ്ഞാൽ. സ്റ്റാൻഡ് ബൈ ആക്കി വെച്ചിട്ടുണ്ട്, എന്നാൽ ഡോക്ടറോട്ട് മറ്റേ ഡോക്ടർ സർജറിക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുമില്ല. വിളിക്കാതിരുന്നപ്പോൾ അത്രയും സമയം ഈ ഡോക്ടർ വെറുതെ വേറെ പേഷ്യൻസിനെ ഒന്നും നോക്കാതെ ഇരുന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു കുറച്ചൊരു പേയ്മെൻറ്റ് കൊടുക്കണം ഈ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിന്നിട്ടുള്ള ഡോക്ടർക്ക്. അതാണ് സ്റ്റാൻഡ് ബൈ സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So code 99360 is used to report total duration of time spent on a given date on standby. Standby services of less than 30 minutes total duration on a given date is not reported separately. അപ്പോൾ ഒരു മിനിമം നമുക്കൊരു 30 മിനിറ്റെങ്കിലും വേണം. 30 മിനിറ്റിൻ്റെ താഴെയാണ് സ്റ്റാൻഡ് ബൈ സർവീസസ് പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. Second and subsequent periods of standby beyond the first 30 minutes may be reported only if a full 30 minutes of standby service was provided for each unit of service reported. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞു, അടുത്ത 30 മിനിറ്റ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ രണ്ടാമത്തെ തവണ നമുക്ക് 99360 കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ലാതെ നമുക്ക് ഹാഫ് ആവുക അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും പറ്റില്ല. അതായത് ഇപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞു, 35 മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 99360 മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത 5 മിനിറ്റിന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത 29 മിനിറ്റ്സ് വരെ വന്നു കഴിഞ്ഞാലും, അതായത് 59 മിനിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്തേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, 99360 മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 60 മിനിറ്റിലേക്ക് വന്നു, അതായത് കംപ്ലീറ്റ് നമുക്ക് 30 മിനിറ്റ്സ് കംപ്ലീറ്റ് വന്നു, അതായത് 30 മിനിറ്റ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 99360 × 2 റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ബൈ സർവീസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാൻഡ് ബൈ സർവീസ് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയും സമയം വെറുതെ ഇരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, ഈ ഒരു കോഡ് റിപ്പോർട്ട് ചെയ്യുക. അതല്ല ഡോക്ടർ മറ്റേ ഡോക്ടർ വിളിച്ചു, ഈ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടിരുന്ന ഡോക്ടർ പോയിട്ട് അവിടെ ഒരു സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റാൻഡ് ബൈൻ്റെ കോഡ് റിപ്പോർട്ട് ചെയ്യേണ്ട, നമ്മൾ ആ സർവീസിൻ്റെ കോഡാണ് റിപ്പോർട്ട് ചെയ്യുക. Okay.